യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അവസാനത്തെടുക്കാം. അത് 5:20 പറയാണ്, ഇപ്രകാരം പറയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാം രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ മാറിക്കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾക്ക് തുടച്ചു മാറ്റുകയും. ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിന്. അപ്പോൾ നമ്മൾ പാപം ചെയ്യുന്ന മക്കൾക്ക് പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ അവരെ ശുശ്രൂഷയിൽ നമ്മുടെ സഹായം എടുത്ത് കൊണ്ടുവരികയോ ചെയ്യണമെന്നുള്ളൊരു കാര്യം സ്ലീഹൻ നമ്മെ ഓർമ്മയും. അങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ട് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു രോഗം വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിൽ നിന്ന് നമ്മൾ ഒരിക്കലും അകലരുത്. അല്ലെങ്കിൽ എന്തുണ്ടാവും? അതിലും വലിയ രോഗത്തിലേക്ക് കർത്താവ് നമ്മളെ കൊടും. അന്ന് കർത്താവ് നയിക്കുന്നതല്ല, നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവിക ശക്തിയാൽ നിറയും. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകന്നു കഴിയുമ്പോൾ ദൈവിക ശക്തി നമുക്ക് വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ലൈറ്റ് കത്തിക്കാൻ പറ്റും, വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ ഫാൻ കറങ്ങാൻ പറ്റും, വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ AC വർക്ക് ചെയ്യും, കറണ്ട് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യും, വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ മിക്സി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൈൻഡർ വർക്ക് ചെയ്യും. കറണ്ട് ഇല്ലെങ്കിലോ? ഇലക്ട്രിസിറ്റിക്കാർ വന്ന പീസ് ഊരിയിട്ട് പോയി, പിന്നെ പ്രവർത്തിക്കുമോ? ഇല്ലല്ലോ. അതാണ് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ദൈവീക ശക്തി കൊണ്ട് നമ്മൾ നിറയും. മാത്രമല്ല, നമുക്ക് ചുറ്റും മാലാഖ വൃന്ദം കാവലേർപ്പെടുത്തും. കർത്താവ് യുദ്ധം ചെയ്യുന്ന ഓരോ രാജ്യത്തോടെ യുദ്ധം ചെയ്യുന്നത് നമുക്കറിയാം. ജോഷുവയുടെയൊക്കെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നറിയാം, നിങ്ങൾ യുദ്ധം ചെയ്യും. കാരണം എന്താ? അതിന് മുൻപേ ദൈവത്തിൻ്റെ ദൂതന്മാർ യുദ്ധം ചെയ്യാൻ വരിക. അതുകൊണ്ട് നിങ്ങൾ രോഗികളാണ്, നിങ്ങൾ കടബാധിതരായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്, അല്ലെങ്കിൽ കുടുംബബന്ധം തകർന്നപ്പോൾ കർത്താവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ പിന്നീട് ഒരിക്കലും ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ അകലരുത്. അല്ലെങ്കിൽ അതന്നെ മഗ്ദലേന മറിയം ഈശോയെ കാണാൻ വേണ്ടി ഓടി തിരക്കത്തിൽ ഇറങ്ങിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അവളെ കർത്താവ് രക്ഷിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ, ജൂതന്മാർ കല്ലും കൊണ്ട് കൊല്ലാൻ വന്നപ്പോഴാണ് അവളെ രക്ഷിച്ചത്. പിന്നീട് അവൾ ഒരിക്കലും പിറകോട്ട് പോയിട്ടില്ല. സമറിയക്കാരി സ്ത്രീ യേശുവിൻ്റെ കൂടെ പിന്തുടരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അവളുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തിയപ്പോൾ അവളുടെ പിന്നീട് അവൾ ഈശോയുടെ സ്വന്തമായിട്ട് മാറി. സമറിയക്കാരി സ്ത്രീ, പാപിയായ മഗ്ദലേന മറിയം, അവർക്ക് ജീവിതം. അപ്പം നമ്മുടെ ജീവിതം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോയത്. അതുകൊണ്ട് ഇവിടെ പറയാം, രണ്ടാമത്തെ കാര്യം, തൻ്റെ നിരവധിയായ പാപങ്ങൾക്ക് തുടച്ചു മാറ്റുകയും ചെയ്തു. നിരവധിയ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് വെച്ചാൽ പ്രാർത്ഥനയും വചനപ്രഘോഷണവും. നമ്മൾ ചില വ്യക്തികൾ മദ്യപാനം നടത്തി ഷാപ്പിൽ കിടന്നവൻ ധ്യാനം കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം അവൻ ബൈബിൾ എടുത്തിട്ട് പോവുക. അപ്പോൾ നമ്മൾ ചോദിക്കുക, ഇവനെന്താ പറ്റിയത്? ഇവൻ ഇന്നലെ വരെ എവിടെയാണ് കിടന്നത്? ഇന്നലെ വരെ ഷാപ്പിലായിരുന്നു. ഇന്ന് അവൻ എവിടെയാണ്? ഇന്ന് പള്ളിയിലാണ്. മാറാൻ വേണ്ടിയാണ് ഇവിടെ രണ്ടാമത് പറയുന്നത്, നിൻ്റെ നിരവധിയായ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പാപത്തിനെല്ലാം കർത്താവിൻ്റെ കരുണ കിട്ടിയാൽ നീ രക്ഷപ്പെടും. പക്ഷേ നിരവധിയായ പാപങ്ങൾക്ക് നീ എന്ത് ചെയ്യണം? പരിഹാരം ചെയ്യണം. എന്നാൽ ഈ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ പാപം ചെയ്തോ നമ്മളെ രക്ഷിക്കാനായിട്ട് പലവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാനുള്ള കടമയും ബാധയും നമുക്കുണ്ട്.